ഓക്കെ, ശ്രീ വർഗീസ് കണ്ടകുളത്തി, 2200 കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കിയതാണ് താങ്കൾ പറയുന്നത്. ഇപ്പം നോക്കൂ, പ്രിൻ്റു ചൂണ്ടിക്കാണിച്ചതുപോലെ മാലിന്യ പ്രശ്നം പോലും പരിഹരിക്കാൻ ഈ പ്രാദേശിക ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ഇപ്പം നോക്കുന്ന ജനസഭ നടത്തുന്ന സ്ഥലത്തൊക്കെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിപ്പോൾ നല്ല റോഡുകളില്ല, അതുപോലെ വെള്ളം കിട്ടുന്നില്ല, വൈദ്യുതിയില്ല, അതുപോലെ ഈ മാലിന്യ പ്രശ്നമാണ് കേരളം തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു വിഷയം. മാലിന്യ പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പദ്ധതി ഇല്ല അല്ലേ? മാലിന്യ സംസ്കരണത്തിനായിട്ടൊരു പദ്ധതി ആവിഷ്കരിക്കാൻ സാധിച്ചില്ല. ഇത് പഠിക്കാൻ മന്ത്രിമാരൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഇവിടെ കാണുന്നില്ല. തൃശ്ശൂരിൻ്റെ അവസ്ഥയും പരിതാപകരം തന്നെയല്ലേ? അനിൽ നമ്പ്യാർ കണ്ണടച്ചിരുട്ടാക്കരുത്. മാലിന്യം സംസ്കരണത്തിന് കൃത്യമായ പദ്ധതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്, തൃശ്ശൂർ കോർപ്പറേഷനുണ്ട്. അത് വിശദീകരിക്കണമെങ്കിൽ ഞാൻ വിശദീകരിക്കാം. മാലിന്യം ഇപ്പോൾ എവിടെയാണ് കുന്നുകൂടി കിടക്കുന്നത്? ഇല്ല. വാശിക്ക് വേണമെങ്കിൽ 1 കിലോ മാലിന്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടാം. കൃത്യമായി അതിന് മുഴുവൻ 80,000 വീടുകളിൽ നിന്നും മാലിന്യം എടുത്ത് അത് MCFൽ കൊണ്ടുവന്ന് തെരഞ്ഞ് സംസ്കരിക്കുന്നതിനാവശ്യമായ പദ്ധതി കൃത്യമായി നടക്കുന്നുണ്ട്. ഒന്ന്, ഇത് ജൈവമാലിന്യത്തിൻ്റെ കാര്യമാണ്. ജൈവമാലിന്യം സംസ്കരിക്കുന്നതിനാവശ്യമായ വിധത്തിലുള്ള പുതിയ പദ്ധതി നിർമ്മാണം ടെൻഡർ കഴിഞ്ഞ് ശക്തനിൽ നിർമ്മാണം ഇപ്പോൾ വളരെ വേഗത്തിൽ തുടർന്നു വരികയാണ്. തീർച്ചയായും അവിടെ വണ്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ഗ്യാസ് ഉൽപ്പാദിച്ച് അതുകൂടി ജനങ്ങൾക്ക് ഗുണം പിടിക്കാവുന്ന വിധത്തിലുള്ള പദ്ധതിയാണ് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മാലിന്യം എന്നത് ഒരു പ്രശ്നം തന്നെയാണ്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. നേരത്തെ 2012 വരെ ഉണ്ടായിരുന്ന മാലിന്യ സംവിധാനമുണ്ട്. ഇപ്പോൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അജൈവ മാലിന്യമായാലും ജൈവമാലിന്യമായാലും ഇലക്ട്രോണിക്സ് മാലിന്യമാണെങ്കിലും അതെല്ലാം എടുത്ത് കൊണ്ടുപോയി കൃത്യമായി സംസ്കരിക്കുന്നതിനാവശ്യമായ പദ്ധതി വളരെ ഭംഗിയായി കോർപ്പറേഷനിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അല്ല, ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് 8 കോടി രൂപ നൽകി 12 ഏക്കർ സ്ഥലം എടുത്തു അല്ലേ? എന്താ വഞ്ചിക്കുളം യെസ്. വഞ്ചിക്കുളത്ത് ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സർക്കാർ തന്നെ അത് തണ്ണീർത്തടമായതുകൊണ്ട് അതിന് സാങ്ഷൻ നൽകിയില്ല എന്നുള്ളതല്ലേ. മാത്രമല്ല, ഒരു മാലിന്യ സംസ്കരണ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് എന്തിനാണ് 12 ഏക്കർ ഭൂമി? അതിൻ്റെ ആവശ്യമുണ്ടോ? 12 ഏക്കർ ഭൂമി വേണം. 12 ഏക്കർ പോരാ. ഇനിയും 16 ഏക്കർ കൂടി മേടിച്ചാൽ മാത്രമേ അത് പൂർത്തിയാകുള്ളൂ. ഓരോരുത്തരുടെ താല്പര്യം. ഇപ്പോൾ മാലിന്യ സംസ്കരണം, പ്രത്യേകിച്ച് നമുക്ക് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ള ബാംഗ്ലൂരും അതുപോലെ തന്നെ അത്തരം സംവിധാനമുള്ള പട്ടണങ്ങളിൽ ചെന്ന് ആ സ്കീം പരിശോധിച്ചാൽ അത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് വേണ്ട സ്ഥലവും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും കഴിഞ്ഞാൽ അതിൽ നിന്ന് ട്രീറ്റ് ചെയ്ത് വരുന്ന വെള്ളം സംസ്കരിച്ച് വയ്ക്കണം. ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തു വരുന്ന വെള്ളം നമുക്ക് നേരെ എവിടേക്ക് വിടാൻ കഴിയില്ല, കനാലിലേക്കോ തോട്ടിലേക്കോ വിടാൻ കഴിയില്ല. അത് വളരെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് ആവശ്യമായ നടപടികൾ പൂർത്തീകരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് തണ്ണീർത്തടമല്ലേ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ കോട്ടപ്പുറത്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനെ സംബന്ധിച്ച് ആലോചിച്ചു. കോട്ടപ്പുറത്ത് കോർപ്പറേഷൻ്റെ 1 ഏക്കർ ഭൂമിയുണ്ട്. കോട്ടപ്പുറത്ത് വലിയ പ്രതിരോധം പദ്ധതി നമ്മൾ ആലോചിച്ചിട്ടേ ഉള്ളൂ. വലിയ പ്രതിരോധം ഉയർന്നു വന്നു. സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങളില്ലാത്ത ജിയോളജിക്കൽ സ്വാഭാവികത്തോടു കൂടി വെള്ളം കൃത്യമായി എല്ലാ അഴുക്ക് വെള്ളം ഒഴുകി വരുന്ന പ്രദേശം എന്ന നിലയിൽ അതിൻ്റെ സർവേ നടത്തി പൂർത്തീകരിച്ചു കൊണ്ടാണ് വാങ്ങിയത്. അതിൽ തണ്ണീർത്തടമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല. ഇപ്പോൾ ഗവൺമെൻറ് അത് അംഗീകരിച്ചു. ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷൻ കിട്ടി. ആവശ്യമായ നടപടികളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിൽ 120 കോടി രൂപയാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. കോട്ടപ്പുറത്തെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കൂടി സംയോജിപ്പിച്ചുകൊണ്ട് 5 MLDയുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് എവിടെ വരുന്നത്? കൊക്കാല, നമ്മുടെ വഞ്ചിക്കുളത്ത് വരുന്നത്. വഞ്ചിക്കുളത്തിനോട് ചേർന്നല്ല, അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ആ മേഖലയിലാണത് കടന്നു വരുന്നത്. തീർച്ചയായും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതാണ്.
അല്ല, ഈ വഞ്ചിക്കുളത്തെ മാലിന്യങ്ങളോടൊപ്പം ഈ 120 കോടി രൂപ ഒഴുകി പോവോ? അല്ല, ഞാനൊന്ന് പറയാൻ അനുവദിച്ചു. നമുക്കൊന്ന് കാണാലോ, കണ്ട് പല സ്ഥലത്തും അങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട്. എന്നെ പറയാൻ അനുവദിച്ചാല് 220 കോടി രൂപ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും അധികം പണം അനുവദിക്കുകയും ഉപയോഗിച്ചു എന്ന് പറയുന്ന കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ വർഗീസ് സാർ പറഞ്ഞല്ലോ, എവിടെയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത്? ഇത് പ്ലാനാണ്. അതാ ഞാൻ മാസ്റ്റർ പ്ലാൻ ഉണ്ട്, ഇത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കിയിട്ട് ഞാൻ പറയട്ടെ TUDA റോഡിലുള്ള ഭക്ഷ്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടോ? ശക്തല്ല ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടോ? OWC 2 പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? പൊതുജനങ്ങൾക്ക് തുറന്നു വെച്ചുള്ള നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ശക്തൻ നഗറിൽ കൂമ്പാരമാണ്. വെറുതെ എന്തെങ്കിലും പറയാം, ഞാനും വരാം. അനിലെ, നമുക്ക് ഒരുമിച്ച് പോകാം, ഒരുമിച്ച് പോകാം. ഒന്നും പ്രവർത്തിക്കുന്നില്ല. തട്ടിപ്പെന്ന രീതിയിൽ ഇലക്ഷൻ എടുത്തപ്പോ ചില രീതിയിലുള്ള ചില ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം. ജനങ്ങൾ പറയട്ടെ, തൃശ്ശൂരിലെ സ്വദേശികൾ പറയട്ടെ, മാലിന്യത്തെ കുറിച്ച് ഇവർക്ക് അഭിപ്രായം ഉണ്ടെന്ന് ചോദിക്കട്ടെ. അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ. യാഥാർത്ഥ്യത്തെ ഉള്ളതിന് പോരായ്മ പറയാം. നിലനിൽക്കണ്ടേ? പദ്ധതി ഉണ്ട്, പദ്ധതി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയതിന്റെ അത് വണ്ടിയിലേക്ക് ഉൾപ്പെടെ ഗ്യാസ് 2050 പൂർത്തീകരിക്കുക.